ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ? ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഒരു തെളിച്ചോ, എല്ലാവർക്കും സന്തോഷവും. സ്കൂളൊക്കെ തുറക്കുമ്പോൾ സാധാരണഗതി സ്കൂൾ തുറക്കുന്ന അന്ന് തുടങ്ങില്ലേ ഈ മഴ അല്ലേ? ഇന്ന് മഴയൊന്നുമില്ല, നല്ല ഒരു സുപ്രഭാതമാണ്. കുഞ്ഞുങ്ങളൊക്കെ പ്രവേശനോത്സവമൊക്കെ നന്നായിട്ട് അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നു. പിന്നെ നമുക്കും സന്തോഷം. ആദ്യത്തെ ദിവസം തന്നെ മഴ തുടങ്ങുമ്പോൾ നമുക്ക് സങ്കടമില്ല. മഴ വേണം, മഴ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നമുക്കിവിടെ ഇഡ്ഡലി ചട്നിയും പൊടിയൊക്കെ ആയിരുന്നു. ഇനി ഉച്ചക്ക് കുറച്ച് സാമ്പാറിൻ്റെ പരിപ്പും കഷ്ണവും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വെന്താൽ മതി. പിന്നെ ഈ കൊല്ലത്തെ ലാസ്റ്റ് നാട്ടുമാങ്ങയാണ്. രജനിയെ ഒരു തവി ഇങ്ങോട്ട് തരാൻ പറ്റ ഇവിടെ. ഈ കൊല്ലത്തെ ലാസ്റ്റ് നാട്ടുമാങ്ങയാണ് കേട്ടോ. ഇതാ 5 മാങ്ങയുണ്ട്. തോലൊക്കെ ചെത്തി. സാധാരണഗതി ഞാൻ തോല് ഉരിക്കുകയാണ്. ഇന്ന് അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല. താങ്ക് യു രജനി, താങ്ക് യു. അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് തോല് ചെത്തി. തോലിൽ തന്നെ നിറയെ കഷ്ണമുണ്ട് കേട്ടോ. ഇതൊരു സ്വാദാന്നറിയാം. തോല് ചെത്തി മാറ്റി അവിടെ ഇരിക്കണം. മാങ്ങ 5 മാങ്ങയുണ്ട്. ഉപ്പും പച്ചമുളകും ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 1/2 ഗ്ലാസ്, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 5 മാങ്ങയും ഇട്ടിട്ടുണ്ട്. തോലിരിച്ചിട്ട് നമ്മൾ തോൽ ചെത്തിയിരിക്കുക. അത്രയ്ക്കറിയും പഴുപ്പ് ഇത്തിരി പോകണം. എന്നാലും വേണ്ടിയിട്ട് നല്ല നിറമില്ലേ, നല്ല നിറമില്ലേ. അപ്പോൾ 1, 2, 3, 4, 5 മാങ്ങ. എനിക്കിതിങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞുകൂടാ. ഒന്ന് ചരിച്ചു കാണിക്കണമായിരിക്കും. ഇതുണ്ട് 5 മാങ്ങയുണ്ട്. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വേഗണ്ടേ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത്തിരി ഉപ്പ് ഇട്ടു. ഇതിന് മഞ്ഞൾപ്പൊടി വേണ്ട. ഇത് പുളിശ്ശേരി അല്ല ഞാൻ വെക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരച്ച് വെല്ലവും ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. 1 നുള്ളു കറിവേപ്പില. ഇനി ഇതവിടെ കിടന്ന് നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ തൈരും ഒരു അരമുറി തേങ്ങയും 1/2 മുറി നാളികേരവും 2 പച്ചമുളകും ഒരിത്തിരി കടുകും 2 ചെറിയുള്ളി, ജീരകം വേണേൽ അരയ്ക്കാം, വേണ്ടായെങ്കിൽ ഒഴിവാക്കാം. ഈ മഴക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത്തിരി ജീരകവും കൂടെ ഞാൻ ഇട്ടു. ഇതെല്ലാം കൂടെ തൈരൊഴിച്ച് അരച്ചു വെച്ചിരിക്കുന്നതാണ്. മുമ്പൊക്കെ എൻ്റെ വിചാരം പുളിശ്ശേരിക്ക് മാത്രമേ നാട്ടുമാങ്ങ പറ്റുള്ളൂ. നാട്ടുമാങ്ങയ്ക്ക് വലിപ്പക്കുറവാണ് ഉണ്ടോ. നാട്ടുമാങ്ങയാണ് പുളിശ്ശേരി വെക്കാൻ ഏറ്റവും നല്ലത്. ഇതിന്ന് ഞാൻ നാട്ടുമാങ്ങ കൊണ്ട് പച്ചടിയാണ് വയ്ക്കുന്നത്. കൂടുതലും ഞാൻ പുളിശ്ശേരി വെച്ചാൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. പുളിശ്ശേരിക്കാണെങ്കിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല, മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. വറ്റൽമുളകൊന്നുമില്ല. ഇനി ഇത് കടുക് താളിക്കുമ്പോഴാണ് 2 വറ്റൽമുളകും ഉള്ളി, ചെറിയുള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടി ഇട്ട് കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. നോക്കൂ. അപ്പം ഇത് വേഗട്ടെ. അടച്ചു വയ്ക്കാം. സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പത്ത് കിടന്ന് വേകുന്നു. ഇന്ന് സ്കൂളിൽ
പോയിരിക്കുന്ന എത്ര കുട്ടികളല്ലേ, പുതിയ ലക്ഷക്കണക്കിന് കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലെ അവർക്കൊന്നും അറിയില്ല. ഇന്ന് അവരെവിടെ എത്തും, എങ്ങനെ എത്തും, എന്താ ഒന്നും അറിയില്ല. എത്ര കുട്ടികൾ കരഞ്ഞുകൊണ്ടായിരിക്കും. പണ്ടാണെങ്കിലേ ആദ്യത്തെ ദിവസം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര കരച്ചിലായിരിക്കും 1-ാം ക്ലാസ്സിൽ. ഇപ്പം അതില്ലല്ലോ. ഇപ്പം പ്ലേ സ്കൂൾ മുതലേ കുട്ടികൾ പോയി അവർക്ക് ശീലമായല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. പണ്ടൊന്നും ഈ പ്രവേശനോത്സവം അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നിലത്തെഴുത്തിന് ആശാന്മാരുടെ അടുത്ത് കൊണ്ടുവിടും. പോണോ? എൻ്റെ പുതിയ മൈക്കിനൊരു അസുഖമുണ്ട്, അത് നിന്നു പോകുന്നു. അപ്പം നിലത്തെഴുത്ത് പഠിക്കാനായിട്ട് ആശാന്മാരുടെ അടുത്ത് കൊണ്ടുവിടും. കളരി, ആ കളരി ചെന്നിട്ട് കൈയെല്ലാം വേദനിക്കും കുട്ടികളുടെ, ചെറിയ കുട്ടികളല്ലേ. മണ്ണ് പൂഴിമണ്ണിലാണ് തറാപറ എഴുതുന്നത്. തറാപറയല്ല, ആ മുതൽ ആണ് തുടക്കം. ആ മുതൽ അം വരെ, പിന്നെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എല്ലാം. അത് കഴിഞ്ഞിട്ട് ആശാനെ എഴുത്തോലയിൽ എഴുതി തന്നു വിടും. എഴുത്തോലയിൽ ആണി കൊണ്ട്, പനയുടെ ഓല ഉണങ്ങിയതാണ്, ആ ഓലയിൽ ആണി കൊണ്ടാണ് ആശാൻ എഴുതുന്നത്. കുടിപ്പള്ളിക്കൂടം എന്ന് പറയും. ഇന്നത്തെ കുട്ടികൾക്ക് കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞില്ല, കുടിപ്പള്ളിക്കൂടമേ അറിയും. അന്ന് അതല്ല. ഇന്ന് കുടിപ്പള്ളിക്കൂടം പോയി. ഇന്നിപ്പം വേറെ വിഷയങ്ങളൊക്കെ ആണല്ലോ, അതിന് വലിയ മുന്തിയ ഐറ്റങ്ങളൊക്കെ. അന്നത്തെ കുട്ടികൾക്ക് കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ അവർ നിലത്തെടുത്ത് പഠിക്കാൻ പോകുന്ന സ്കൂളാണ്. അവിടുന്ന് പിന്നെ അക്ഷരങ്ങളെല്ലാം പഠിക്കും. ഇംഗ്ലീഷ് പഠിക്കുന്ന 5-ാം ക്ലാസ്സിലാണ്. ABCD തുടങ്ങുന്ന 5-ാം ക്ലാസ്സിലാണ്. അതുവരെ നമ്മുടെ മാതൃഭാഷ തന്നെ പഠിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത്ര വലിയ കരച്ചിലൊന്നുമില്ല. ഇന്ന് പ്ലേ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് കരച്ചിലല്ലേ. ലൈറ്റ് കൊടുത്ത് ഇനി നടക്കാനൊരു ഇത്തിരി വിഷമം മാത്രമേ ഉള്ളൂ. എവിടെയും പിടിച്ച് നടക്കണം. നടക്കാൻ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അത് ഞാൻ ഈ അടുപ്പിൻ്റെ വീതനയിലൊക്കെ തിട്ടിലൊക്കെ പിടിച്ച് വരും. എല്ലാം ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നടക്കാൻ മാത്രം കാലിൻ്റെ ഒരു ബാലൻസ് പോയി. അങ്ങനെ സ്കൂൾ തുറന്നു. ഇന്ന് മഴയൊന്നുമില്ല, സന്തോഷവും സമാധാനമുള്ള ഒരു ദിവസമാണ്. കുഞ്ഞുങ്ങളൊക്കെ പോയി. ഈ 2 മാസം അമ്മമാർക്ക് വീട്ടിലായിരുന്നു പണി കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ അധ്യാപകർക്ക് ആണ് അവർ പണി കൊടുക്കുന്നത്. ഞാൻ ആ കാലമൊക്കെ അങ്ങ് ഓർത്തുപോയി കുട്ടികളെ. ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം എനിക്ക് ആ ഒരു പ്രതീതിയായിരുന്നു. സ്കൂളിലേക്ക് രാവിലെ പോകണം. ഈ റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ റെഡിയായി. എല്ലാം നേരത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലെല്ലാം ഒരുക്കി സ്കൂളിൽ പോകാൻ. മാഷെന്നെക്കാട്ടി 3 കൊല്ലം മുമ്പേ റിട്ടയർ ചെയ്തില്ലേ. മാഷനോട് ചോദിക്കും, നീ എന്തോ ഈ വെളുപ്പാങ്കലത്ത് അടുക്കളയിൽ കയറിയതെന്ത്? സ്കൂളുണ്ടോ? അന്ന് മഴയുണ്ട്. ഈ മഴയത്ത് നീ എന്നെ വെളുപ്പാങ്കലത്തെ അടുക്കളയിൽ കയറി ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നത്? എനിക്ക് സ്കൂളിൽ പോകണ്ടേ? നീ ഇന്നലെ റിട്ടയർ ചെയ്ത് നിന്നെ കൊണ്ട് ഇവിടെ ടീച്ചേഴ്സ് വിട്ടതും മാനേജറും എല്ലാവരും കൂടെ കൊണ്ട് വിട്ടതൊക്കെ മറന്നോ? അയ്യോ എൻ്റെ പൊന്നു മക്കളെ, എനിക്കത് അന്നേരം പിന്നെ 2-3 ദിവസം ഞാനിത് ആവർത്തിച്ചു. റിട്ടയർ ചെയ്താൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെ പോയി. എന്നാലും സ്കൂൾ തുറക്കുമ്പോൾ മനസ്സിലേക്ക് ചില ഓർമ്മകളാണ്. സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ അധ്യാപകർക്കും മനസ്സിലേക്ക് എത്ര വർഷമായാലും, ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 23 വർഷമായി, എന്നിട്ട് എൻ്റെ മനസ്സിൽ സ്കൂൾ തുറക്കുന്ന ദിവസം ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ്. അങ്ങനെ സ്കൂൾ തുറന്ന ആ കാര്യമൊക്കെ ഞാനങ്ങ് പറയുന്നു. ആ ഓർമ്മകൾ, പഴയ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനും പറയണ്ട, ടീച്ചർ എന്തിനാ വലിച്ചു നീട്ടുന്ന പച്ചടി വയ്ക്കുന്നതായിരുന്നു. പച്ചടി വയ്ക്കുക മാത്രമല്ലല്ലോ, നമ്മൾ പല കാര്യങ്ങളും ഇതിൽ കൂടെ പറയുകയും ചെയ്യുന്നില്ലേ. പച്ചടി വയ്ക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ മാങ്ങ എന്തുവായി നോക്കാം കേട്ടോ. പഴുത്ത മാങ്ങയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ചട്ടിയുമാണ്. പഴുത്ത മാങ്ങയും ചട്ടിയുമായതുകൊണ്ട് മധുരമല്ലേ, അപ്പോൾ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഞാൻ ഇത്രയും നേരം അടച്ചു വെച്ചിട്ട്
ഇന്നത്തെ തന്നെ കണ്ടോ അടി ചുമന്നത്. അതുകൊണ്ട് ചട്ടിയിലാണെങ്കിൽ നിങ്ങൾ ഇളക്കി കൊടുക്കണം. വേവുണ്ട്, നല്ലോണം വേകട്ടെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ആരിരാരോ ആരിരോ ആയിരാരോ ആരിരോ, പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങും കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. മക്കളെ പാട്ടുപാടി ഉറക്കിയ ഒരു ഓർമ്മയൊക്കെ വരിക. കുട്ടികളെ, എൻ്റെ ഈ മൈക്കിനെ ഞാൻ തല്ലിക്കൊല്ലുമ്പോൾ. മൈക്ക് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ മൈക്ക് മേടിച്ചതാണ്, അത് വർക്ക് ചെയ്യില്ല. വേണേ വർക്ക് ചെയ്യട്ടെ അല്ലേ? എൻ്റെ ശബ്ദത്തിന് മൈക്കിനേക്കാൾ ഒച്ചയുണ്ട്. ഇതൊരുവിധം വെന്ത് ഒന്നാകെ ഒന്ന് ഉടയണം. ഇതൊരുപാട് പഴുത്തു പോകാത്ത മാങ്ങയായതുകൊണ്ട് ഇത്തിരി നേരം വേണം അത് അകത്തേക്കൊക്കെ പിടിക്കാൻ. അപ്പം ഇതിൽ ഉപ്പ്, പച്ചമുളക്, കുറച്ച് വെള്ളം, മഞ്ഞപ്പൊടിയൊന്നും ഇടണ്ട, പച്ചടിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം വെല്ലം. അതിൽ കിടന്നങ്ങനെ വേകുമ്പോഴുള്ള ഒരു മണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഷ്ടമുള്ളവർക്ക് ഒരു തുള്ളി നെയ്യ് ഒഴിക്കാം. ഒരു തുള്ളി, ഒരു വാസന. അത് പുളിശ്ശേരിക്കും നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു തുള്ളി നെയ്യ് ഒഴിക്കാം, നല്ലതാണ്. നോക്കട്ടെ അകമൊക്കെ വെന്തോന്ന്. ഇത്തിരി വിടാകട്ടെ. ഒരിച്ചിരി ഒരു പൊടിക്ക് വേവിട്ടുണ്ട്. എന്തൊരു രുചിയെന്നറിയാം. നമുക്ക് ഈ തൈരും നാളികേരവും ചെറിയുള്ളി പച്ചമുളകും ഈരവും ഒക്കെ കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്. കടുക് അരയാൻ പാടില്ല. ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ആ പച്ചമുളകും ചെറിയുള്ളി കടുകും കൂടെ ഒന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് കറക്കുകയാകാവും കേട്ടോ. ഇതാ നമുക്കിനി ഇതിലോട്ട് ഒഴിക്കാം. വെറുതെ കടുക് വറക്കേണ്ടതൊക്കെ ഇങ്ങോട്ട് തന്നെ. 2 ഉള്ളി, 2 ചെറിയുള്ളി, 2 വറ്റൽമുളകും, ഇത്തിരി കറിവേപ്പില, കടുകും കൂടെ തരും. ഇത്തിരി തൈരൂടെ ഒഴിക്കാം. ആഷക്ക് ഒരുപാട് ഇഷ്ടമാണ് പച്ചടിയും പുളിശ്ശേരിയും. ഈ പച്ചടിക്ക് തിളയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, പുളിശ്ശേരിക്ക് തിളയ്ക്കരുത്. കറിവേപ്പില എടുത്തോട്ടോ കുട്ടി. എന്നോട് ചിലരൊക്കെ ചോദിച്ചേ, പിന്നെ ഞാൻ എൻ്റെ പിറന്നാളിനെ കുറേ പേര് ചോദിച്ചു, ടീച്ചർ എന്താ രജനിയും കൂടെ ഇരുത്തി, ടീച്ചറും സാറും മാത്രമായിട്ടിരുന്ന് രജനിയും കൂടി ഇരുത്താൻ വയ്യായിരുന്നോ, രജനിയും കൂടി ഇരുത്തണമായിരുന്നല്ലോ എന്ന്. രജനി ഇവിടെ പുറമേയുള്ള ഒരു അമ്മൊന്നും അല്ല, രജനി ഇവിടുത്തെ കുട്ടി തന്നെയാണ്. രജനിയോട് ഞാനും അച്ഛൻ രജനി ഇവിടെ നിന്ന് ഉള്ളി നേരെയാക്കുന്നുണ്ട്. രജനിയോട് ഞങ്ങൾ 2 പേരും, അവളും കൂടി ഇരുന്ന് ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ, 2 പേരും പറഞ്ഞു. പക്ഷെ അവൾക്ക് അന്ന്
ഞങ്ങളുടെ അമ്പലത്തിലൊരു വിശേഷം നടക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അത് പ്രസാദമല്ലേ, പ്രസാദമല്ലേ, അത് കാരണം കൊണ്ട് അത് കാരണം കൊണ്ട് അവിടെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോകാൻ നേരമായി. അമ്പലത്തിൽ ഭയങ്കര പരിപാടികൾ നടക്കുകയാണ്. പരിപാടി മീൻസ് എന്തായാലും കുംഭാഭിഷേകം നടക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയി. അതുകൊണ്ടാണ് അവിടെ ചോറ് ഇന്നലെ വരെ ഇവിടെ വെറുതെ ഇരിക്കുക ചോറ്. കാരണം പിന്നെ രജനിയെ തന്നെയായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവൾ കുറച്ച് കൂട്ടാനുണ്ടാക്കി. അത് കൂടാതെ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് അച്ഛനൊരു സദ്യ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഊണ് വാങ്ങിച്ചു. ആ ചോറ് തൊട്ടേ ഇല്ല, ഇന്ന് എടുത്തിട്ട് അത് ഒരു കളയുമായിരുന്നു. കാരണം അത് വെളുത്ത അരിയുടെ ചോറാണ്, ഞങ്ങളത് കഴിക്കുകയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നല്ലോണം വേഗണം ചോറ്. അപ്പം ഞാൻ സ്പെഷ്യൽ ഊണ് വാങ്ങിച്ചതിനാന്ന് വെച്ചാൽ ഇല നിറച്ച് കൂട്ടാൻ വിളമ്പാലോ. ഇവിടെ നമ്മളെന്താ കൂട്ടി പിന്നെ ഓലനും സാമ്പാറും വെച്ചല്ലേ, ഓലനും അവിയലും അവിടെ ഇവിടെ വെച്ചു, പപ്പടവും കാച്ചി. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് പച്ചടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു, അങ്ങനെ തോരനുണ്ടായിരുന്നു. അങ്ങനെ 6-7 തരം കൂട്ടാനും കൂടെ ഇലയെ വെച്ച് വിളമ്പാൻ വേണ്ടിയാണ് ഞാൻ. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ എൻ്റെ മൂത്ത മോൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ കൂട്ടാൻ മാത്രമായിട്ട് കിട്ടും. അതേ സമയത്ത് ഇവിടെ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഊണ് മേടിച്ചപ്പോൾ 5-6 കൂട്ടാനും കൂടെ അതിലുണ്ടായിരുന്നു. ചോറ് എടുത്തില്ല, ചോറ് ആവശ്യത്തിൽ അരി ഇട്ടിരുന്നില്ല ഇതിന്. ഞാനിത് മേടിക്കുമെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് അതെല്ലാം കൂടെ ഞങ്ങൾ അവളെ തന്നെ ഇട്ട് എല്ലാം കൂടെ ചെയ്യിക്കണ്ടെന്ന് വെച്ചു. നമ്മുടെ പച്ചടി നല്ല രുചിയാണ്. ഇതിൽ നിന്ന് കുറച്ച് മാങ്ങയുടെ ഇത്തിരി എടുക്കണം. ഈ ഗ്രേവിയിലോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കണം, കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ് കുട്ടിയത്. ഇത് നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്ക് ഇത് കടുക് താളിക്കണം. ഓഫാക്കിയിട്ട് നമുക്ക് കടുക് താളിക്കും. ചിക്കറ്റിൻ്റെ അരി വാർക്കാനായി. എനിക്ക് നടക്കാനേ ഉള്ളൂ പാട് കേട്ടോ. അസുഖമൊന്നുമില്ല നടക്കാൻ. അത് കാലിൻ്റെ മുട്ടിൽ താഴെ ഒരു ബാലൻസ് കുറഞ്ഞു. അതാണ് ഡോക്ടർ പറയുന്നത്. ബോഡി വെയിറ്റ് കുറയ്ക്കൂ ടീച്ചറിനാണ്. എങ്ങനെ കുറയ്ക്കാൻ? എന്തായാലും കുറയത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ രജനിക്കുട്ടി അത് കടുക് താളിച്ച് നിങ്ങളെ കാണിക്കും. അപ്പോൾ കടുക് താളിക്കും. ആ കടുക് താളിക്കലോടുകൂടി അതിൻ്റെ പരിപാടികൾ സമാപിക്കുന്നു. അതായത് ചീനിച്ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ ഒരു നുള്ള് അതോട് വെച്ചാൽ മതി. ഒരു നുള്ള് രജനിക്ക് ഇതിലൊന്നും വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യട്ടെ. ഇതൊന്ന് ഞാനൊന്ന് കടുക് വറക്കട്ടെ. ആ സ്റ്റീലിൻ്റെ നല്ല ചീനിച്ചട്ടി എവിടെ? അതെടുക്കണ്ടേ, എളുപ്പത്തിനുള്ള പണി കേട്ടോ. സ്റ്റീലിൻ്റെ നല്ല ചീനിച്ചട്ടി എന്ത് എടുക്കാൻ വേണ്ടതാ? അത് തോന്നിങ്ങതാ. സ്റ്റീലിൻ്റെ നല്ല ചീനിച്ചട്ടി ഉണ്ടോ? ഞാൻ ഊത്ത ചീനിച്ചട്ടി ഉണ്ട്. അമ്മ ഭഗവാനേ നാരായണ. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് കഴിയുന്ന സ്റ്റീൽ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ തന്നെ എടുക്കൂ. കാരണം എന്നാ വെച്ചാൽ ഒന്നാമത് ഇതൊക്കെ പുളിപ്പല്ലേ പച്ചടിയൊക്കെ. അപ്പം എന്തിനാ അരിപ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ തന്നെ 2 ചീനിച്ചട്ടി ഉണ്ട് കേട്ടോ. വെള്ളം കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം. നോക്കട്ടെ, ഈ ഫോണിനെ വലിച്ച് ഞാൻ കയറി.
പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലും കുറിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ചീനിച്ചട്ടി വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂക്കട്ടെ. നമ്മളെ മറ്റേ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഇതാ ഉള്ളി, വറ്റൽമുളക്, കടുക് എടുക്കട്ടെ. ഇതിന് ഉലുവ വേണ്ട കേട്ടോ. പച്ചടിക്ക് ആരും ഉലുവ ഇട്ട് കളയല് കേട്ടോ. ഈ ചീനിച്ചട്ടിക്ക് ഒരു ഗുണമുണ്ട്. എന്നാണ് കുട്ടികളെ, ഇതാ ഇതിൻ്റെ കാത് പൊള്ളുകയില്ല. എന്തോ പൊള്ളുകയില്ല. സാധാരണ കട്ടിയുള്ള കാതാകുമ്പോൾ കൈ കൊള്ളും. ഇത് കൈ കൊള്ളുകയില്ല. ഇതിൻ്റെ കാത് കൈ കൊള്ളുകയില്ല. നിൽക്കാനൊക്കെയാ പാട്. അതാണ് ഞാനിപ്പോൾ അധികം കുക്കിംഗ് വീഡിയോ എടുക്കാത്തത്. എനിക്ക് നിന്ന് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് ചേച്ചനെ കുക്കിങ്ങിനും കൂടെ ഏൽപ്പിച്ചത്. ഇത്ര നാൾ ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്തത്. അപ്പോൾ വയ്യാതായപ്പോഴേ കുക്കിങ് അവളായത്. എനിക്കിഷ്ടമാണ് കുക്കിങ്, ഉള്ള കാര്യം പറയാൻ. കറിവേപ്പില ഇട്ടോ, നമ്മുടെ കറിവേപ്പില. നല്ല രുചിയാട്ടെ കറി. നമ്മുടെ നാട്ടുമാങ്ങയുടെ തിരിയോപ്പാത്തി പച്ചടി. നാട്ടുമാങ്ങയുടെ പച്ചടി, പഴുത്ത നാട്ടുമാങ്ങ കൊണ്ടുള്ള നല്ല രുചിയുള്ള പച്ചടി. ഇതിലോട്ടിടട്ടെ. കാണുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ? നമുക്ക് ഇത്തിരി ഇതിലോട്ട് ഒഴിക്കാം. ഞാൻ നാലെന്നല്ലേ നിങ്ങളോട്? എൻ്റെ 5 മാങ്ങയുണ്ട് കേട്ടോ. മാമ്പഴ പച്ചടി. എന്തൊരു വാസനയാണല്ലോ, എന്തൊരു രുചിയാണല്ലോ. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലൊക്കെ നിങ്ങളെല്ലാവരും കാണണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. വീഡിയോ ഫുള്ളും കണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നവർക്ക് അതൊരു ഇഷ്ടമാവുകയുള്ളൂ. വീഡിയോ മുഴുവൻ കണ്ടെങ്കിലല്ലേ. എന്താ ചിലരുണ്ട് ആദ്യം കാണും, അവസാനം കാണില്ല, ഇടയ്ക്ക് കാണും, അങ്ങനെയൊക്കെയാണ്. ഒരു വീഡിയോ ആരുടെ ആയാലും ശരി, അത് ഫുള്ളും കണ്ടിട്ട് അതിൻ്റെ അടി നിങ്ങളുടെ ഇഷ്ടം, അത് ഇഷ്ടമായാലും ഇഷ്ടമല്ലേലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമില്ലേലും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. നോക്കട്ടെ. ഓ മൈക്കുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ സാമ്പാർ, പച്ചടി രണ്ടുമേ ഉള്ളു. ഇന്ന് ഞാൻ നെല്ലിക്ക ഉണ്ട്. നെല്ലിക്ക ഒന്ന് അരിഞ്ഞ് പിന്നെ 4 എണ്ണം എടുത്തിട്ട് അത് ഒരു അച്ചാർ പോലെ. നെല്ലിക്ക, ഈ നെല്ലിക്ക വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്ക്, കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് ഒരു 4 നെല്ലിക്ക എടുത്ത് നമ്മളത് ചതച്ച് നീരെടുത്ത് കുടിക്കണം ദിവസം. ഒത്തിരി മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നല്ലതാണ് കേട്ടോ. നെല്ലിക്ക, ഇതാണ് നെല്ലിക്കയുടെ ഒരു വലിപ്പം. വലിയ നെല്ലിക്കയില്ലേ, അത് നാട്ടു നെല്ലിക്ക അല്ല, ഇതാണ് നാട്ടു നെല്ലിക്ക. നമ്മൾ ഇതിനകത്ത് പറയുന്നില്ലേ, മഹാന്റെ കണ്ണിൽ നിന്ന ചാമ്പലിലൊരശ്രൂകണം ആമലകി ഫലം പോലെ അടർന്നു വീണു. കരുണയിൽ പറയുന്നില്ലേ, ഭക്തന്റെ കണ്ണിൽ നിന്ന് വാസവദത്ത ചുടുകാട്ടിൽ കിടക്കുന്ന സമയത്ത്, ആ ചിത ഇങ്ങനെ എരിയുന്ന സമയത്ത് അതുവരെയും ഒരു ഇതും ഉണ്ടായില്ല. അപ്പോഴാണ് മഹാന്റെ കണ്ണിൽ നിന്ന ചാമ്പലിലൊരശ്രൂകണം ആമലകി ഫലം പോലെ അളന്നു വീണു. ഇതാണ് നെല്ലിക്കയുടെ വലിപ്പം. ഇപ്പം കിട്ടുന്ന അരിവാരും ശരിക്കുള്ള നെല്ലിക്ക അല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, ഞാൻ ഇങ്ങോട്ട് തിരിക്കാത്ത എന്നാന്നറിയോ, ഇവിടെ ഈ ഭാഗം മുഴുവൻ കാണും. ഇവിടെ ഞങ്ങളെപ്പോലെ തന്നെ പഴകിയിരിക്കുകയല്ലേ ഞങ്ങളുടെ അടുക്കള. അപ്പോൾ അടുക്കളയുടെ ആ സൈഡിൽ ഇത്തിരി ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ എന്തെന്നെ വിചാരിച്ചാലും ഞാൻ ഇങ്ങനെ ഒന്ന് തിരിക്കും. അപ്പോൾ അത് മുഴുവൻ, അവിടുത്തെ കോലാഹലങ്ങൾ മുഴുവൻ നിങ്ങൾ കാണും. അതുകൊണ്ടാണ് തിരിക്കാത്തത്. പക്ഷേ ഞാൻ എന്നും തിരിക്കുകയോ അതെല്ലാം കാണിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ഒരു സുദിനം നേർന്നുകൊണ്ട് പിന്നെ എടുക്കും. കുമാരനാശാൻ്റെ വീണപൂവിൽ ഒരു 4 വരി ഞാൻ ചൊല്ലാം കേട്ടോ. ഹാ പുഷ്പമേ അധിക തുംഗപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ഹാ പുഷ്പമേ അധിക തുംഗപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെന്ന് പുനരങ്കിടപ്പിതോർത്താൽ. ഐശ്വര്യത്തോടുകൂടി വർണ്ണാഭമായി മനോഹരമായി വിടർന്ന് ഉയരത്തിൽ ചെടിയുടെ കൊമ്പിൽ അങ്ങനെ വിലസി നിന്നിരുന്ന പൂവ് 2 ദിവസം കഴിഞ്ഞപ്പോൾ താഴെ വീണ് ഇതളുകളെല്ലാം കൊഴിഞ്ഞ് കിടക്കുന്ന ആ നശ്വരതയുടെ കാഴ്ച, ഭൂമിയിലെ നശ്വരത, ഒന്നും സ്ഥിരമല്ല എന്നാൽ എല്ലാം സ്ഥിരവുമാണ്. ഒന്നും നശിക്കുമ്പോൾ അടുത്ത് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ അസ്ഥിരതയിലെ സ്ഥിരതയാണല്ലോ ഭൂമിയിലെ. അപ്പോൾ മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഫിലോസഫർ കൂടിയായ മഹാകവി കുമാരനാശാൻ, തത്വചിന്തകനായ അദ്ദേഹം നമുക്ക് ഈ വീണപൂവ് എന്ന കവിതയിലൂടെ കാട്ടിത്തരുന്നത്. തുടക്കമാണത്. എനിക്കിത് മുഴുവനും കാണാൻ അറിയാം, പക്ഷെ നമുക്കിവിടെ 4 വരി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും കവിതകളൊക്കെ വായിക്കണം കേട്ടോ. പഴയ കവികളെ, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ കവിത്രയങ്ങൾ, ആധുനിക കവിത്രയങ്ങളെ നിങ്ങൾ അറിയണം. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം എന്നുള്ള ഒരു എളിയ ഉപദേശത്തോടു കൂടി സ്നേഹസമ്പൂർണമായ ഈ വിഷയം, ഈ ടോപ്പിക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത
സുഖിനോ ഭവന്തു. ലോകത്തെല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.